ഹലോ, നമസ്കാരം. രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് 16 പൈസ കൂട്ടി ഷോക്കടിച്ചു. വേറൊരു പത്രത്തിൽ 16 പൈസ കൂട്ടി തുടർ ഷോക്ക്. പല വാർത്തകളാണ്. പക്ഷേ എനിക്ക് ഒരു ഷോക്കും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടിയതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കറണ്ട് മന്ത്രി കിഷൻകുട്ടി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. അതായത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഞങ്ങൾക്കറിയാം, ഒരു മാറ്റവും. അതായത് വൈദ്യുതിയുടെ ഉൽപ്പാദനം എത്ര കണ്ട് വർദ്ധിക്കുമോ അത്ര കണ്ട് ഞങ്ങൾക്ക് കുറയ്ക്കാനും അറിയാം. അതേപോലെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കെ സുധാകരൻ, അദ്ദേഹം പറഞ്ഞു, ശക്തമായ പ്രതിഷേധ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും, അതിന് ഞങ്ങൾ മുന്നോട്ടിറങ്ങുകയാണ്. എന്താണ് ഈ മുന്നോട്ടുള്ള ഇറക്കം? സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വരിക, എന്നിട്ട് AC കാറിൽ നിന്ന് പുറത്തിറങ്ങി ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇത് കഴിഞ്ഞുടനെ യൂത്ത് കോൺഗ്രസിൻ്റെ പാവപ്പെട്ട പിള്ളേർ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിൻ്റെ മുകളിലൂടെ ചാടി അകത്ത് കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴത്തേക്ക് നോക്കി നിൽക്കുന്ന പോലീസ്, അവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ, തുടങ്ങും അടിപൂരം. ഈ അടിയും കൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ബാച്ച് കയറാൻ പോകുമ്പോഴത്തേക്ക് കണ്ണീർ വാതകം. അത് കഴിഞ്ഞുടനെ തന്നെ കുളിപ്പിക്കൽ പരിപാടിയാണ്. അതായത് വലിയൊരു പമ്പ് വെച്ച് ആ നിൽക്കുന്നവരെ എല്ലാം ഇങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കും. അപ്പോൾ സോപ്പ് കൊണ്ടുവരുന്നവർക്ക് കൃത്യമായിട്ട് ഒന്ന് ദേഹത്തൊക്കെ തേച്ച് വൃത്തിയായിട്ട് തിരിച്ചു പോകാം. അതോടുകൂടി അവരുടെ ശക്തമായ പ്രതിഷേധം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ദോഷം പറഞ്ഞുകൂടാ, ഇതുവരെ സുരേന്ദ്രനും നമ്മുടെ പഴയ മന്ത്രി മുരളീധരനും ഒരു വക പറഞ്ഞിട്ടില്ല. അവർ പറയണമെന്നുണ്ടെങ്കിൽ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടണം. കാര്യം കേന്ദ്രം രഹസ്യമായിട്ട് കേരളത്തിന് ഈ കറണ്ട് പൊതിഞ്ഞു കെട്ടി വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ കേന്ദ്രം കൊടുത്തതുപോലും ഇവർ ചെലവഴിച്ചില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ അവർക്കെതിരെ പ്രതികരിക്കും. അതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് മാത്രമേ നീങ്ങുകയുള്ളൂ. പിന്നെ ഇത് കൂട്ടിയതിൽ ഒരു വിഭാഗത്തിന് മാത്രം ഒരു പ്രശ്നമില്ല. എന്നെപ്പോലെ തന്നെ വളരെ സന്തോഷമാണ്. CPM പ്രവർത്തകർക്കും അതിൻ്റെ ഇങ്ങ് താഴേക്കടയിലുള്ളവർക്കും ഒരു വിഷയമില്ല. അവർ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രോളും ബാക്കി കാര്യങ്ങളും അത് സർവ്വസാധാരണമാണല്ലോ. ആരെന്ത് ചെയ്താലും ഓടം തന്നെ ട്രോളിക്ക് ഓടണം. ഒരു ട്രോള് കണ്ടത് ഇതാണ്: ലൈറ്റ് ഇട്ടാൽ കിഷൻകുട്ടിയുടെ കാര്യം ഓർമ്മ വരും, ലൈറ്റ് ഓഫ് ചെയ്താൽ കുറുവ സംഘത്തിൻ്റെ കാര്യം ഓർമ്മ വരും. എന്നാൽ ഞാൻ അറിഞ്ഞത് ഒരു ചെറിയൊരു സംഭവമാണ്, സത്യമാണെന്നറിയാൻ വയ്യ. ഈ കുറുവ സംഘത്തിൻ്റെ നേതാവ് ഇതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല കാര്യമാണ്, ഇനിയും ഇത് തന്നെ ഇങ്ങനെ മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ് അവരുടെ അഭിപ്രായം. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ ബില്ല് കണ്ട് അബോധാവസ്ഥയിലാവുമല്ലോ, അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ഈ ബില്ല് കണ്ട് ഹൃദയം പൊട്ടി മരിക്കില്ലേ, അവരുടെ 16 അടിയന്തര ക്രിയകൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പദ്ധതിയുണ്ട്. അതുപോലെ ആ മരിച്ച ആളിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പള്ളിവാസലിൽ ചിതാഭസ്മം ഒഴുക്കുവാനുള്ള ടൂർ പാക്കേജാണ്. അതായത് താമസം, ഭക്ഷണം 3 ദിവസത്തേക്ക് അതിൻ്റെ ഒരു സൗജന്യ ടൂർ പാക്കേജും പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഈ 16 പൈസ കൂട്ടി എന്ന് പറഞ്ഞ് നിങ്ങളാരും ബുദ്ധിമുട്ടരുത്. ഒരു നല്ലൊരു കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം, ഈ 16 പൈസ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് 20 പൈസയായിട്ട് കുറയ്ക്കാനും നമ്മുടെ മന്ത്രിക്കറിയാം. ഓക്കെ, ബൈ ബൈ.